ഇന്ന് അവർക്ക് കോടതി ജാമ്യം അനുവദിക്കുമെന്ന് പറഞ്ഞു കേട്ടു. അത് കേട്ടപ്പോൾ തന്നെ നമ്മളെ മനസ്സാകെ തകർന്നിട്ടുണ്ട്. ഇത്രയും ഒരു കുറ്റകൃത്യം ചെയ്ത പ്രതികൾക്ക് ജാമ്യം അനുവദിക്കുക എന്ന് പറയുന്നത് നമ്മളെ വളരെ വിഷമത്തിലാക്കിയിട്ടുണ്ട്. അപ്പം നീതിപീഠത്തിൻ്റെ മുന്നിൽ ഞാൻ ഇപ്പോൾ വന്നത് ഇവർക്ക് ജാമ്യം അനുവദിക്കരുത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അപ്പീൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പം നിയമത്തിൻ്റെ മുന്നിൽ അവർക്ക് ഒരു കുറ്റവാളികൾ, അതായത് പ്രതികൾ, അവർക്ക് കിട്ടേണ്ട ശിക്ഷ കിട്ടണം. അത് അവർ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അത് സ്വാധീനം ഉപയോഗിച്ച് എന്തും സംഭവിക്കുമെന്നുള്ളൊരു ഇതിലാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ടാണ് നേരിട്ട് ഇവിടെ വന്നതും കോടതിയിൽ മുന്നിൽ തന്നെ അപ്പീൽ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. തീർച്ചയായും ഇളവ് നൽകരുത്. അത് കുട്ടികളല്ല, ക്രിമിനൽ പശ്ചാത്തലമുള്ള കുട്ടികളാണ്. അതുകൊണ്ട് എന്താ പറയുക, നമുക്ക് വളരെയേറെ ഒരു വിഷമമുണ്ട്. കോടതി എന്ന് പരിഗണിക്കും, അതായത് ഇത്രയും ജനങ്ങൾ മൊത്തം ഏറ്റെടുത്തൊരു കേസായതുകൊണ്ട് ഇവരിലേക്കാണ് ചൂണ്ടുകൾ കാണുന്നത്. അതുകൊണ്ട് കോടതി, ബഹുമാനപ്പെട്ട കോടതിയോടും മറ്റുള്ള നിയമത്തിനോടും നമ്മൾ അപേക്ഷിക്കാനുള്ളത് അവർക്കൊരു കാരണവശാലും ജാമ്യം അനുവദിക്കരുതെന്നുള്ളതാണ്. ഇതിലെ നിർഭയ കേസിലൊക്കെ കോടതിയുടെ നിരീക്ഷണം ഉണ്ടായിരുന്നു. പ്രതികൾ കുട്ടികളാണെങ്കിലും വലിയ ഹീനമായ കുറ്റകൃത്യം ചെയ്താൽ അവർക്ക് ജാമ്യം നിഷേധിക്കരുത്, നിയമത്തിന്റെ പരിരക്ഷ കൊടുക്കരുതെന്നൊക്കെ, അതൊക്കെ നമ്മൾ കോടതിയിൽ മുന്നിൽ ഉന്നയിക്കുമോ? തീർച്ചയായും ഇന്ന് കോടതി ജാമ്യാപേക്ഷ പരിഗണിച്ചു. ഡിഫാക്ടോ കംപ്ലൈന്റിന്റെ പരാതിക്കാരന്റെ തടസ്സവാദം ഉന്നയിക്കാൻ വേണ്ടിയിട്ടാണ് കോടതി 3-ാം തീയതിയിലേക്ക് വിശദമായ വാദം കേൾക്കുന്നതിന് മാറ്റിവെച്ചിട്ടുണ്ട്. ആ കേസിൽ കുട്ടികൾ എന്നുള്ള ആനുകൂല്യം ഒരിക്കലും ഹീനസ് ക്രൈമുകളിൽ കൊടുക്കാൻ പാടില്ല എന്ന് നിർഭയ കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വ്യക്തമായ കണ്ടെത്തലുകളുണ്ട്. ആ കാര്യം ഞങ്ങൾ കോടതിയെ ശ്രദ്ധയപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ശക്തമായ തടസ്സവാദങ്ങൾ ഉന്നയിച്ച് ഡീറ്റെയിൽ ഒബ്ജക്ഷൻ റിപ്പോർട്ടും 3-ാം തീയതി നമ്മൾ കോടതിയിൽ സമർപ്പിക്കുകയാണ്. പിന്നെ നമ്മൾ കോടതിയിൽ ചില രേഖകളൊക്കെ ഹാജരാക്കാൻ വേണ്ടിയിട്ടുണ്ട്. അതും കൂടി പരിഗണിച്ചാണ് കോടതി 3-ാം തീയതിയിലേക്ക് കേസ് മാറ്റിയത്.